ഒറ്റൊരു യൂസിൽ തന്നെ കിടിലമായിട്ട് റിസൾട്ട് തരുന്ന ഒരു കോഫി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടില്ലേ, ഇത്രത്തോളം റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡറാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതോ അതല്ലാത്തയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് കേട്ടോ. അതൊരു നുള്ള ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ ആണ് കേട്ടോ. നിങ്ങൾക്ക് തൈരാണെങ്കിലും പാലാണെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലും മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഏതാണ് നമുക്ക് സ്യൂട്ട് ആവുന്നത് നമ്മുടെ സ്കിന്നിന് അത് വെച്ചിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് എപ്പോഴത്തെയും പോലെ നമ്മൾ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം വേണം കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഒരു പാക്ക് ഫേസിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ കയ്യിലും കാലിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ, അതെല്ലാം കുറയ്ക്കാനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ സൺടാനൊക്കെ അടിച്ചിട്ടുള്ള സ്കിൻ നമ്മുടെ ഒരു കളറ് മങ്ങിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ട് ഡ്രൈ ആവും. 20 മിനിറ്റ് കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വല്ലാണ്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പം ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഈ ഒരു ഫേസ് പാക്കിലേക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് കളയാം കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ഫേസ് വാഷ് ചെയ്യാണ്ട് ഇങ്ങനെ കുറച്ചായിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ചെറിയൊരു രീതിക്ക് നമ്മളൊരു മസാജ് എല്ലാം കൊടുത്തിട്ട് ഒരു സ്ക്രബൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് കളയാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഫേസ് പാക്കിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ. വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ഫേസിലേക്കും ബോഡിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലോ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഒറ്റൊരു പ്രാവശ്യം യൂസ് ചെയ്ത് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷെ ആ ഒരു ബ്രൈറ്റ്നസ് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികം എല്ലാ ഫേസ് പാക്ക് പോലെ തന്നെ ആ ഒരു ഫെയ്ഡായിട്ട് വരും കേട്ടോ. ആ ഒരു നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ട് ഫെയ്ഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബ്രൈറ്റ്നസ് അതല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കണം, വൈറ്റനിങ് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക. ഏതൊരു ഹോം റെമഡി ആണെങ്കിൽ കൂടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരാഴ്ച നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.